നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് വസതഫ്തരിഖു ഉമ്മത്തി അലാ 73 മില്ലാ. എൻ്റെ സമുദായം ജൂതന്മാർ 72, 71, 72 ജൂത ക്രൈസ്തവർ ഭിന്നിച്ചുപോയി. എൻ്റെ സമുദായം അതിനേക്കാൾ ഒരുപടി മുന്നിൽ കടന്ന് 73 വിഭാഗമാകും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. എന്നിട്ട് മുസ്ലിം പേരിട്ടവരൊക്കെ മുസ്ലിമായി നിൽക്കുന്നതാണോ? അവരൊക്കെ സ്വർഗത്ത് പോകുന്നതാണോ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലത്തൻ വാഹിദ. എല്ലാവരും നരകത്തിലാണ്, ഒരു വിഭാഗം ഒഴികെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ 73 കക്ഷികളായി പിരിഞ്ഞു പോകും. എല്ലാവരും നരകത്തിലാണ്, ഒരു വിഭാഗം ഒഴികെ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ആരാണ് ആ സ്വർഗത്തിൽ പോകുന്ന ഒരു വിഭാഗം? ആരാണ്? സിറാത്തുൽ മുസ്തഖീമിലുള്ള ആളുകൾ. മാ അന അലൈഹി വസഹാബി, ഞാനും എൻ്റെ സഹാബത്തും ഏതൊരു നിലപാടിലാണോ ആ നിലപാട് സ്വീകരിക്കുന്നവർ. ആ പ്രിയമുള്ളവരെ, ആ പ്രവാചകനെ പിൻപറ്റിയവരാണ് സഹാബത്ത്, അല്ലേ? ആ പ്രവാചകനെ പിൻപറ്റുക എന്നുള്ളതാണ് പ്രിയമുള്ളവരെ രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം. വേറെ മാർഗങ്ങളൊന്നുമില്ല. രക്ഷപ്പെടാൻ വേറെ മാർഗമൊന്നുമില്ല. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വാപ്പാനോട് പറയണത്. വാപ്പ ഇബ്രാഹിം നബിയേക്കാൾ ജീവിത പരിചയമുള്ള ആളാണ്, അല്ലേ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുമ്പോ അവിടെ ജീവിച്ചിരിപ്പുള്ള വ്യക്തിയാണ് വാപ്പ. എത്രയോ കാലം ജീവിച്ച വ്യക്തിയാണ്. പക്ഷേ അവിടെ ജീവിത പരിചയത്തിനൊന്നും പ്രസക്തിയില്ല, അനുഭവങ്ങൾക്ക് പ്രസക്തിയില്ല. മറിച്ച് വഹ്യ് അതിനെ പിൻപറ്റുക എന്നുള്ളതാണ്. അത് എല്ലാ രംഗത്തും സ്വീകരിക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയുമ്പോഴാണ് അവൻ പരിപൂർണനായ ഒരു മുഅ്മിനായി അവൻ മാറുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഈമാനിനെ വിശദീകരിച്ചപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞത് അത് ഇഖ്റാറും ബിൽ ഖൽബ്, ഹൃദയത്തിൽ അഗാധതയിൽ ഹൃദയത്തിൽ രൂഢമൂലമാകേണ്ടതാണ്. വഖൗലും ബിൽ ലിസാൻ, നാവ് കൊണ്ട് പ്രഖ്യാപിക്കേണ്ടതാണ്. വഅമലും ബിൽ ജവാരിഹ്, അവയവങ്ങൾ കൊണ്ടത് പ്രവർത്തിച്ച് കാണിക്കേണ്ടതാണ്. ഈ 3 ഘടകങ്ങളും ചേരുമ്പോൾ ഒരു പരിപൂർണ മുഅ്മിനാകുള്ളൂ. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന മാതൃക ഉണ്ട്.